നമസ്കാരം കൊച്ചി. എന്റെ സൗണ്ട് ഇത്തിരി പോയിരിക്കണോണ്ട് ക്ഷമിക്കണം. എന്ത് പറ്റി? ഞാൻ IM ഗെയിം ഷൂട്ട് ചെയ്തതാണ്. IM ഗെയിമിൽ ഒരുപാട് ആക്ഷനും അലർച്ചകളും ഒച്ചയുണ്ട് ആക്കി എന്റെ സൗണ്ട് പോയി. 2 വർഷമായി അടുപ്പിച്ച് ഞാൻ അന്യഭാഷ സിനിമകളായിട്ടാണ് നാട്ടിൽ വരുന്നതെന്ന് അറിയാം. എന്നാൽ ഇതിനെല്ലാത്തിനും മേക്കപ്പ് ചെയ്തുകൊണ്ട് ഐ തിങ്ക് IM ഗെയിം നിങ്ങളുടെ എല്ലാ പ്രതീക്ഷകളും മീറ്റ് ചെയ്യുന്ന സിനിമയായിരിക്കും, അല്ലെങ്കിൽ എക്സീഡ് ചെയ്യുന്ന സിനിമയായിരിക്കും. അതിനുള്ള എല്ലാ പ്രയത്നങ്ങളും ഞങ്ങൾ ഇടുന്നുണ്ട്. കൊച്ചി തന്നെയാണ് ഓൾമോസ്റ്റ് ദ ഷൂട്ട്. ഞാനിപ്പോൾ ഓക്കെ കാന്തനെ കുറിച്ച് സംസാരിക്കും. ഇത് എൻ്റെ കരിയറിൽ തന്നെ എൻ്റെ ഏറ്റവും അംബിഷ്യസ് ആയിട്ടുള്ള സിനിമയാണ് കാന്ത. ഞാൻ 2019 ഇതിന് സ്ക്രിപ്റ്റ് ആദ്യമായിട്ട് കേൾക്കുന്നത്. അപ്പോൾ 6 കൊല്ലമായിട്ട് ഞങ്ങൾ ഈ സിനിമയായിട്ട് യാത്ര ചെയ്യുന്നതാണ്. ഇതിൻ്റെ ഈ ഡയറക്ടറിനെ ആദ്യമായിട്ട് കാണാൻ വരുമ്പോഴത്തേക്ക് ഞാൻ ഉച്ച സമയത്ത് നറേഷൻ പ്ലാൻ ചെയ്തു. ഇയാളായിട്ട് ഞാൻ മീറ്റ് ചെയ്തു. എനിക്ക് അന്ന് രാത്രി ഡിന്നറിന് പോകണ്ടായിരുന്നു. 5 മണിയായി, 6 മണിയായി, 7 മണിയായി, 7:30 മണിയായി. അപ്പോൾ ഞാൻ ഒരു സെൽവ എനിക്കൊരു ഡിന്നറിന് പോലുണ്ട്, ഒരു 10 മിനിറ്റിനുള്ളിൽ പുള്ളിയൊരു സാർ ഒരു 10 മിനിറ്റിനുള്ളിൽ ഞാൻ ഫസ്റ്റ് ഹാഫ് തീർക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അത്രയും നീണ്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള നറേറ്റ് ചെയ്ത ഒരു വ്യക്തിയാണ്. അതേപോലെ തന്നെ അടുത്ത സെക്കൻഡ് ഹാഫ് നറേറ്റ് ചെയ്യുമ്പോൾ ഒരു 4-5 മണിക്കൂർ എടുത്തു. ഒരു 10 മണിക്കൂർ കിട്ടുന്ന കേട്ടിട്ടാണ് ഞാൻ ഇതിൻ്റെ നറേഷൻ കേൾക്കുന്നത്. അപ്പോൾ അത്രയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇൻട്രിക്കറ്റ് ആയിട്ടുള്ള ഡ്രാമയുള്ള, ത്രിൽസ് ഉള്ള, റൊമാൻസ് ഉള്ള, കഥയുള്ള ഒരു സിനിമയാണ് കാന്ത. ഇതിനങ്ങനെ ഒരു ഭാഷ പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇത് സെറ്റ് ചെയ്തിരിക്കുന്ന ചെന്നൈയിലായതുകൊണ്ട് ഞങ്ങൾ തമിഴിലാണ് ഇപ്പോൾ ഷൂട്ട് ചെയ്തത്. എനിക്ക് തോന്നുന്നു നമ്മുടെ പ്രേക്ഷകർ മലയാളികൾ എല്ലായിടത്തും എപ്പോഴും നല്ല സിനിമകൾ ഏത് ഭാഷയിലാണ് കാണുന്ന പ്രേക്ഷകരാണ് ഞാൻ വിശ്വസിക്കുന്നത്. എസ്പെഷ്യലി നമ്മൾ തമിഴ് സിനിമകൾ എപ്പോഴും വലിയ രീതിയിൽ നമ്മൾ വരവേൽക്കാറുണ്ട്. കേരളത്തിലാണെങ്കിലും മിഡിൽ ഈസ്റ്റിലാണെങ്കിലും ഇത് നിങ്ങൾക്ക് അഭിമാനിക്കാൻ പറ്റുന്ന ഒരു സിനിമയായിരിക്കും. ഞാൻ ഇന്നേ വരെ എനിക്ക് പെർഫോം ചെയ്യാനോ അല്ലെങ്കിൽ ചെയ്യാൻ പറ്റാത്ത ഒരുപാട് സീൻസും ഒരുപാട് ഇമോഷൻസും ഒക്കെ ട്രാവൽ ചെയ്തിട്ടുള്ള സിനിമയാണ്. എൻ്റെ ബ്രദറായ റാണയും ഞാനും ഒന്നിക്കുന്ന സിനിമയാണ്. ഞങ്ങൾക്കൊരു 8-9 ക്ലാസ് മുതലുള്ള പരിചയമാണ്. ഞങ്ങളൊരിക്കലും സിനിമയിൽ ഇങ്ങനെ വരുമെന്നോ അല്ലെങ്കിൽ അഭിനയിക്കുന്നോ ഇതുപോലെ പ്രൊഡ്യൂസ് ചെയ്യുന്നൊന്നും സ്വപ്നം കണ്ട ആൾക്കാരല്ല. അതുകൊണ്ട് ഇതൊരു കാണാത്തൊരു സ്വപ്നം ശരിയായി വരുന്ന പോലത്തെ ഒരു മോമെൻ്റാണിത്. അതും ഇങ്ങനത്തെ ഒരു സിനിമ എനിക്ക് തോന്നുന്നു ലൈഫിൽ റാണയ്ക്കാണെങ്കിലും എനിക്കാണെങ്കിലും കനിസാറിനാണെങ്കിലും ഭാഗ്യശ്രീക്കാണെങ്കിലും ഇങ്ങനെ ഒരു സിനിമ ഇനി ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. അത്രയ്ക്ക് സ്പെഷ്യലായിട്ടുള്ള മൂവിയാണ്. സമുദ്രക്കനി സാർ എനിക്ക് ഒരു ഗുരുനാഥനെ പോലെ, ഒരു മെൻറ്ററിനെ പോലെ, ഒരു അച്ഛനെ പോലെ ഈ പടത്തിൽ എനിക്ക് അത്രയും സ്നേഹം തരെയും, എനിക്ക് അത്രയും റെസ്പെക്ട് തരെയും, അത്രയും സ്പേസ് തരെയും, എന്നെ അത്രയും പ്രോത്സാഹിപ്പിച്ച വേറൊരു സാധനമില്ല. അപ്പോൾ അദ്ദേഹത്തിനോടുള്ള എല്ലാ സീൻസും നിങ്ങൾ എൻജോയ് ചെയ്യും. ഇപ്പോഴും അദ്ദേഹത്തിന് വളരെ വളരെ ഇഷ്ടമുള്ള സിനിമയും ഇഷ്ടമുള്ള ഇതിനുശേഷം എനിക്ക് വേറെ സിനിമകളൊന്നും കേട്ടിട്ട് എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല, വേറെ കഥാപാത്രങ്ങളൊന്നും എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല, എനിക്ക് കാന്തയിൽ നിന്ന് പുറത്തു വരാൻ പറ്റുന്നില്ല എന്ന് പറയുന്നതാണ് കനി സാർ. അപ്പം എല്ലാവരും അത്രയ്ക്ക് എനിക്ക് ഇത് പറഞ്ഞാൽ എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല. കാരണം അത്രയും ഇറ്റ്സ് ഡിയർ ടു മീ. നിങ്ങൾ ഈ കാണുന്ന ട്രെയിലർ വെറും 3.5 മിനിറ്റാണ്. ഈ 2.5 മണിക്കൂർ സിനിമയിൽ നിങ്ങൾ വിചാരിക്കാത്ത പോലത്തെ ഡ്രാമയും സീൻസും സീക്വൻസും ഒക്കെ ഉണ്ടാവും. നല്ല മ്യൂസിക്കാണ്. ഇതൊരു സെൽവമണി സെൽവരാജ് നമ്മുടെ ഡയറക്ടേഴ്സ് ഒരു വലിയ ടാലൻ്റാണ്. എനിക്ക് തോന്നുന്നു ഈ ഭാവി സിനിമയിൽ തമിഴിലാണെങ്കിലും ഏത് ഭാഷയിലാണെങ്കിലും ഒരു പേരെടുത്ത ഫിലിം മേക്കറായിട്ട് മാറും. അദ്ദേഹം ഇന്ന് ഇപ്പോഴും പോസ്റ്റ് പ്രൊഡക്ഷനിൽ ബിസിയാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് മീറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു. അദ്ദേഹത്തിന് മുമ്പത്തെ പ്രോജക്റ്റ് ഹണ്ട് ഫോർ വീരപ്പൻ നെറ്റ്ഫ്ലിക്സിൽ എപ്പോഴും കണ്ടു നോക്കുക. അത്രയും ഭംഗിയായിട്ട് ഉണ്ടാക്കിയ ഒരു ഡോക്യുമെൻ്ററി സീരീസാണ്. He's got a pattern. I want you to identify the pattern. Sometimes. Yeah. I mean, the only pattern is he chooses the best scripts, Uh-huh. I would say. Yeah. Okay. I think he has a thing for like the retro period. A retro star. I mean, Mahanati. ഞാൻ സ്വയം അതെന്താ? ആക്ച്വലി ഈ സിനിമ കാന്ത എൻ്റെ ആദ്യം വരുമ്പോൾ എനിക്ക് മഹാനടി കഴിഞ്ഞൊരു കൊല്ലം കൊണ്ടായിട്ടുള്ളൂ. അപ്പോൾ ആണ് എനിക്കൊരു പിച്ച് ഡെക്ക് പോലെ കുറേ ഡയഗ്രാംസ് ഒക്കെ വരച്ചിട്ട് ഒരു ബേസിക് ഇതിൻ്റെ കഥയൊക്കെ പറഞ്ഞിട്ടുള്ളൊരു സാധനം എനിക്ക് അയച്ചത്. ഞാൻ പറഞ്ഞു പക്ഷേ അത് എനിക്കിത് വീണ്ടും മഹാനട്ടി എന്നെ കൊണ്ട് പോയി. ഞാനില്ല എന്നെ എല്ലാവരും പീരിയഡ് സ്റ്റാർ ആക്കും, റെട്രോ സ്റ്റാർ എന്നെ കൊണ്ട് പോയി എന്നൊക്കെ പറഞ്ഞു. ഞാൻ ഡ്രോ എന്നൊക്കെ പറഞ്ഞു. പക്ഷേ വീണ്ടും പക്ഷെ എന്തായാലും അവൻ പറഞ്ഞു നീ ഒന്ന് കേട്ട് നോക്കി ശരിയാണ്.
പക്ഷെ ഐ തിങ്ക് വി ആർ ബോത്ത് എന്താ പറയുക സക്കേഴ്സ് ഫോർ ലൈക്ക് ഗ്രേറ്റ് സിനിമ. അത് ഏത് ജോണർ ആണെങ്കിലും അത് എന്ത് റിപ്പീറ്റ് ആണെങ്കിലും ഞാൻ ഒരു സമയത്ത് ലവ് സ്റ്റോറീസ് ഇനി ചെയ്യില്ല എന്ന് പറഞ്ഞു. പക്ഷെ അതിലെവിടെയെങ്കിലും നല്ല സിനിമയുണ്ട്, നല്ലൊരു ഒറിജിനൽ കഥയുണ്ടെങ്കിൽ എന്തായാലും നമ്മളത് ചെയ്യാം. So